35-ാം ദിവസം സ്ഥിരത, വിജയത്തിൻ്റെ രഹസ്യക്കൂട്ട്. വലിയ കാര്യങ്ങൾ ഒരിക്കൽ ചെയ്യുന്നതിനേക്കാൾ പ്രധാനം ചെറിയ നല്ല കാര്യങ്ങൾ മുടങ്ങാതെ ആവർത്തിക്കുന്നതാണ്. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 21-ാം വാക്യം. കൊള്ളാം, നല്ലവനും വിശ്വസ്തനുമായ ഭൃത്യ, അല്പകാര്യങ്ങളിൽ വിശ്വസ്തനായിരുന്നതിനാൽ അനേക കാര്യങ്ങൾ നിന്നെ ഞാൻ ഭരമേൽപ്പിക്കും. നിന്റെ യജമാനന്റെ സന്തോഷത്തിലേക്ക് നീ പ്രവേശിക്കുക. നസ്രത്തിലെ തച്ചന്റെ പണിശാലയിൽ വർഷങ്ങളോളം ഒരേ നിശബ്ദതയോടെയും വിശ്വസ്തയോടെയും ജോലി ചെയ്ത യൗസേ പിതാവ് സ്ഥിരതയുടെ വലിയ മാതൃകയാണ്. വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടല്ല, മറിച്ച് ദൈനംദിന കടമകൾ വിശ്വസ്തയോടെ ചെയ്തുകൊണ്ടാണ് അദ്ദേഹം വിശുദ്ധനായത്. അല്പം മനഃശാസ്ത്രം. ആറ്റോമിക് ഹാബിറ്റ്സ് ഓർ ദ സയൻസ് ഓഫ് ടൈനി ഹാബിറ്റ്സ്. നാം ഒരു കാര്യം സ്ഥിരമായി ചെയ്യുമ്പോൾ നമ്മുടെ തലച്ചോറിലെ നാഡീവ്യൂഹങ്ങൾ ബലപ്പെടുന്നു. ഓരോ ദിവസവും വെറും 1% മാത്രം മെച്ചപ്പെടാൻ ശ്രമിച്ചാൽ 1 വർഷം കഴിയുമ്പോൾ നാം വലിയ മാറ്റങ്ങൾ കൈവരിക്കും. അക്ഷയപാത്രം പദ്ധതിയുടെ വിജയം ഇതിന് ഉദാഹരണമാണ്. 2026-ൽ കേരളത്തിലെ ഒരു പ്രാദേശിക കൂട്ടായ്മ നടത്തിയ വലിയൊരു മാറ്റം സ്ഥിരതയുടെ കരുത്തിന് തെളിവാണ്. കൊച്ചിയിലെ ഒരു ചെറിയ ഇടവകയിലെ യുവാക്കൾ ചേർന്ന് അക്ഷയപാത്രം എന്ന പേരിൽ ഒരു പൊതിച്ചോറ് വിതരണ പദ്ധതി ആരംഭിച്ചു. വലിയ ഉദ്ഘാടനങ്ങളോ ആഘോഷങ്ങളോ ഇല്ലാതെ ദിവസവും ഉച്ചയ്ക്ക് കൃത്യം 1 മണിക്ക് 10 പൊതിച്ചോറുകൾ വീതം നഗരത്തിലെ വിശക്കുന്നവർക്ക് നൽകുക എന്നതായിരുന്നു അവരുടെ തീരുമാനം. മഴയോ വെയിലോ നോക്കാതെ ആഴ്ചയിലെ 7 ദിവസവും ഒരു മുടക്കവുമില്ലാതെ കഴിഞ്ഞ 500 ദിവസമായി അവർ ഇത് തുടരുകയാണ്. തുടക്കത്തിൽ 10 പൊതിയായിരുന്നത് ഇന്ന് 100-ലധികം പൊതികളായി വളർന്നു. ഈ സ്ഥിരത കണ്ട് ആകൃഷ്ടരായ അനേകം പ്രവാസികളും നാട്ടുകാരും ഇന്ന് ഈ പദ്ധതിയുടെ ഭാഗമാണ്. സ്ഥിരത വളർത്താൻ ഈ ചെറിയ കാര്യം നമുക്ക് ചെയ്യാം. 2 മിനിറ്റ് നിയമം. നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു നല്ല കാര്യം, ഉദാഹരണത്തിന് 2 മിനിറ്റ് ബൈബിൾ വായന അല്ലെങ്കിൽ 1 മിനിറ്റ് പ്രാർത്ഥന, ഇന്ന് മുടങ്ങാതെ ചെയ്യുക. നമ്മോട് തന്നെ ചോദിക്കുക, ഇന്ന് ഞാൻ ചെയ്യാമെന്ന് ഏറ്റ ചെറിയ കാര്യം ഞാൻ പൂർത്തിയാക്കിയോ? മഴത്തുള്ളികൾ തുടർച്ചയായി വീഴുമ്പോൾ പാറ പോലും പിളരുന്നു. അതുപോലെ നമ്മുടെ ചെറിയ നല്ല പ്രവൃത്തികൾ സ്ഥിരമായി ചെയ്യുമ്പോൾ അവ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും. അറിവിനെ വിവേകമാക്കുന്നതും പ്രത്യാശയെ വിജയമാക്കുന്നതും ഈ സ്ഥിരതയാണ്. ചുരുക്കത്തിൽ, വിജയമെന്നത് ഒരു ലോട്ടറിയല്ല, മറിച്ച് ദിവസവും ചെയ്യുന്ന ചെറിയ കാര്യങ്ങളുടെ ആകെത്തുകയാണ്. നമുക്ക് ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തരാകാൻ പരിശ്രമിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ.